നമസ്കാരം. ട്രംപിന് തുടരെ അടി കൊടുക്കുകയാണ് ഇന്ത്യ. ട്രംപിന് എന്താ ഈ ഇന്ത്യയിൽ കാര്യമെന്ന് മുഖത്ത് നോക്കി ചോദിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ട്രംപ് അമേരിക്കയുടെ ഭരണം മാത്രം നോക്കിയാൽ മതി. ട്രംപ് അരയും കച്ചയും മുറുക്കി ഇന്ത്യക്ക് താരിഫ് കൂട്ടും, കൊല്ലും, തിന്നും എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, എന്നാലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കാൻ ഇന്ത്യക്ക് മനസ്സില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ അതെന്താ നിങ്ങൾക്ക് ഞാൻ ഇത്രയും ഭീഷണിപ്പെടുത്തുമ്പോൾ പേടിച്ചാൽ എന്നാണ് ട്രംപിന്റെ നിലവിലെ ഗതികേട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ ഭാഗമായി ഇന്ത്യക്കുമേൽ US 50% താരിഫ് ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ കമ്പനികളുമായി കൂടുതൽ തീവ്രമായി സഹകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ റഷ്യൻ കമ്പനികളോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയും വിദേശ വ്യാപാരികളുമായി കൈകോർത്ത മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു ജയശങ്കറിന്റെ പരാമർശം. $4 ട്രില്യൺ GDP ഉള്ള സമീപ ഭാവിയിൽ 7% വളർച്ച നേടുന്ന ഇന്ത്യക്ക് വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള വിഭവങ്ങൾ ആവശ്യമുണ്ട്. ചില സന്ദർഭങ്ങളിൽ രാസവളം, രാസവസ്തുക്കൾ, യന്ത്രങ്ങൾ തുടങ്ങിയ അവശ്യ ഉൽപ്പന്നങ്ങളുടെ ഉറപ്പുള്ള വിതരണം ഉണ്ടാകണം. അതിവേഗം വളരുന്ന അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഇന്ത്യ സ്വന്തം രാജ്യത്ത് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള സംരംഭങ്ങൾക്ക് ഇവിടെ ബിസിനസ് അവസരങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ജയശങ്കർ പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യയും മറ്റ് സമാന സംരംഭങ്ങളും വിദേശ ബിസിനസ്സുകൾക്ക് ഇന്ത്യയിൽ പുതിയ വാതായനങ്ങൾ തുറന്നിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ നവീകരണവും നഗരവൽക്കരണവും രാജ്യത്ത് പുതിയ ആവശ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ഇന്ത്യൻ കമ്പനികളുമായി കൂടുതൽ തീവ്രമായി സഹകരിക്കാനുള്ള റഷ്യൻ കമ്പനികൾക്കുള്ള ക്ഷണമാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാന രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും സുസ്ഥിരമായ ബന്ധങ്ങളിൽ ഒന്നാണ് ഇന്ത്യയും റഷ്യയും വളർത്തിയെടുത്തിട്ടുള്ളത്. ഇത് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യവുമാണ്. എന്നിരുന്നാലും അത് കാര്യമായ സാമ്പത്തിക സഹകരണത്തിലേക്ക് സ്വയമേവ മാറിയിട്ടില്ല. ഇന്ത്യയുടെ വ്യാപാര ഉൽപ്പന്നങ്ങൾ പരിമിതമാണ്. അടുത്തിടെ വരെ വ്യാപാരത്തിന്റെ അളവും അങ്ങനെ തന്നെയായിരുന്നു. സമീപ വർഷങ്ങളിൽ ഇത് വളർന്നിരിക്കാം, എങ്കിലും വ്യാപാര കമ്മി അതിനൊപ്പം വർദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. വ്യാപാരത്തിന്റെ വൈവിധ്യവൽക്കരണത്തിനും സന്തുലിതാവസ്ഥയ്ക്കും ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കാര്യക്ഷമമായ ശ്രമങ്ങൾ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. ഉയർന്ന വ്യാപാര ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് മാത്രമല്ല, നിലവിലുള്ള നിലവാരം നിലനിർത്തുന്നതിനും അവ അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിലും വികസനം ത്വരിതപ്പെടുത്തുന്നതിലും ഇന്ത്യക്കും റഷ്യയ്ക്കും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ഇന്ത്യക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നതെന്നും പറഞ്ഞ അദ്ദേഹം അവയിൽ പലതും വ്യാപാരത്തെ കേന്ദ്രീകരിച്ചാണ് എന്നും അതേസമയം കൂടുതൽ നിക്ഷേപങ്ങൾ, സംയുക്ത സംരംഭങ്ങൾ, മറ്റ് സഹകരണ രൂപങ്ങൾ എന്നിവ പരിഗണിക്കാനുള്ള സന്നദ്ധതയും ഇന്ത്യ മുന്നോട്ട് വെക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു. സുസ്ഥിരവും തന്ത്രപ്രധാനവും നിലനിൽപ്പുള്ളതുമായ പങ്കാളിത്തത്തിന് ശക്തമായ ഈ സാമ്പത്തിക ഘടകം ഉണ്ടായിരിക്കണമെന്നും ഈ സന്ദേശം നൽകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. ട്രംപിന് മറ്റു രാജ്യങ്ങളെയൊക്കെ വരുതിയിൽ നിർത്തി കളിക്കുന്നത് പോലെയാണ് ഇന്ത്യയുടെ കാര്യവുമെന്ന് ചിന്തിച്ചിടത്താണ് അബദ്ധം പറ്റിയത്. എന്നാലും പാടുന്ന ഒരു റേഡിയോയുടെ വില പോലും ട്രംപിന് കൊടുക്കാൻ ഇന്ത്യ ഒരുക്കമല്ല എന്ന് ഇതോടെ വ്യക്തമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച